ഇപ്പോൾ ഈ രാജ്യത്ത് വോട്ടർ പട്ടിക ക്രമക്കേടാണ് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുന്നതിന് കുറച്ചൊക്കെ അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ രാജ്യത്തെ പല സ്ഥലത്തേക്കൊക്കെ പോട്ടെ, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ ഓരോ ദിവസവും മാധ്യമങ്ങളിൽ ഓരോ തെളിവുകൾ വരുന്നുണ്ട്. സുരേഷ് ഗോപി അവിടെ തെരഞ്ഞെടുപ്പിൽ 60,000 ചില്ലാൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ചെയ്യുന്നത്. BJPക്ക് അത്ര ഒരു വളർച്ച തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് 5 വർഷം മുന്നേ തന്നെ സുരേഷ് ഗോപിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP അവിടെ വർക്ക് നടത്തിക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല, BJP അല്ല, RSS വളരെ കൃത്യമായി ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്ന കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഇതൊക്കെ തൃശ്ശൂരിൻ്റെ ഇലക്ഷൻ്റെ ടൈമിൽ തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കണ്ടില്ലേ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഇഷ്യൂല് വീട്ടുപേരെന്തെന്നാ 0, വീട്ടുപേരെന്താ 00, വീട്ടുപേരെന്താണ് 000, വീട്ടുപേരെന്താണ് 0000 എന്ന് പറയുകയും അച്ഛൻ്റെ പേരിൻ്റെ സ്ഥലത്ത് ABCD അല്ലെങ്കിൽ LMNOP അങ്ങനെ യാതൊരു വീടിൻ്റെ പേരില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.